Okay, question number 914 ray optics മറ്റൊരു പ്രോബ്ലം ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് a giant refracting telescope at an observatory has an objective lens of focal length 15 meter. If an eyepiece of focal length 1 centimeter is used, അപ്പോൾ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് 15 മീറ്റർ ആണ്, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട് അല്ലെ. മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്താണ്? FO by FE ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. സോ മാഗ്നിഫിക്കേഷൻ M is equal to നമ്മൾ നോക്കുന്ന ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആണ്. ടെലസ്കോപ്പിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള വേർഡ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ തന്നെയാണ്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ M is equal to FO by FE ആണ് വരുന്നത്. FOന്റെ വാല്യൂ നമുക്കറിയാം 15 മീറ്റർ ആണ്. FE എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. സോ 15 into 10 raised to 2 that is 1500 ആണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ വരിക. ഓക്കെ, ഇനി അതിലെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ നമുക്കുള്ളത് if this telescope അതിന്റെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ 1500 വരുന്ന ടെലസ്കോപ്പ് is used to view the moon, നമ്മൾ മൂണിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. വാട്ട് ഇസ് ദ ഡയാമീറ്റർ ഓഫ് ദ ഇമേജ് ഓഫ് ദ മൂൺ? ആക്ച്വൽ മൂണിന്റെ ഡയാമീറ്റർ അല്ല, ഇമേജ് ഓഫ് ദ മൂൺ, ദാറ്റ് ഇസ് മൂണിന്റെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഡയാമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആക്ച്വൽ ഡയാമീറ്റർ ഓഫ് ദ മൂൺ തന്നിട്ടുണ്ട്. അതേപോലെ റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ്. ലൂണാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? നമ്മുടെ ഒബ്സർവ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ലൂണാർ ഓർബിറ്റ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സപ്പോസ് ഒരു ആൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുന്നു. മൂൺ എപ്പോഴും എന്തായാലും എന്താണ് ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ മൂണിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മൂൺ എന്ന് വിചാരിക്കുക. അവിടുന്ന് വരുന്ന 2 റേസ് ആണ്. ഓക്കെ, ഈ ഇവിടെ നമ്മുടെ ഐയിൽ ഇതുണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഒന്ന് പറയുന്നത്. സോ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ ഐ. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവിൽ ഉണ്ടാക്കുന്ന കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ മൂണിന്റെ, ഇതാണ് മൂണെങ്കിൽ ഈ മൂണിന്റെ ഡയാമീറ്റർ ആണ് അല്ലെ. ഡയാമീറ്റർ ആണ് അതിന് എന്തായിട്ട് വരിക? ആർക്കായിട്ട് വരിക. ഓക്കെ, അപ്പൊ ആംഗിൾ ഈക്വൽ ടു diameter of moon divided by radius of ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ മൂൺ മൂവ് ചെയ്യുന്ന പാത്താണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൂണാർ ഓർബിറ്റ്. ഓക്കെ, അപ്പൊ ലൂണാർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ലൂണാർ ഓർബിറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു പ്രത്യേകത, ഇപ്പൊ ഇതിനെ നമ്മളൊരു ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്തു ഒരു ഇമേജ് നമ്മൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ നോക്കുന്ന മൂൺ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫാർ അവേ അല്ലെ. നമ്മുടെ സാധാരണ ഒരു ഒബ്ജക്റ്റീവിന്റെ ഫോക്കസോ അല്ലെങ്കിൽ ആ ടെലസ്കോപ്പിനെ അപേക്ഷിച്ചോ ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ അകലെയാണ് ആരുള്ളത്? മൂണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഫോക്കസിലായിരിക്കും, അല്ലെങ്കിൽ ഫോക്കൽ പ്ലെയിനിലാണ് എന്ത് ചെയ്യുക? ഇമേജ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇമേജ് ഫോക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ കേസിൽ ആ ഏത് ആംഗിൾ ആണോ റിയൽ ഒബ്ജക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവിൽ ഉണ്ടാക്കുന്നത്, അതേ ആംഗിൾ തന്നെയാണ് എന്തുണ്ടാക്കുക? ഇമേജും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് ഈക്വൽ ടു ഡയാമീറ്റർ ഓഫ് ഇമേജ്, മൂണിന്റെ ഇമേജ് ഡിവൈഡഡ് ബൈ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഈ ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക എന്തായിരിക്കും? ആക്ച്വലി ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് എന്താ വരിക? വിച്ച് ഇസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റീവ്. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നു മൂൺ ഈസ് വെരി ഫാർ അവേ. നമ്മളറിയാം, നമ്മളിപ്പോൾ റഫ് ഫോക്കൽ ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെ എടുക്കുക? വളരെ അകലെയുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യും. എന്നിട്ട് അതിൽ നല്ല ക്ലിയർ ഇമേജ് ആയിട്ട് വരുന്നത് അതിന്റെ ഫോക്കസിലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റഫ് ഫോക്കൽ ലെങ്ത് ഒക്കെ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആ കേസിൽ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? വിൽ ബി ഈക്വൽ ടു
ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് വേണ്ടത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ ഇമേജ് ഓഫ് ദ മൂൺ? ഡയാമീറ്റർ ഓഫ് ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഇക്വേഷൻ എന്ന് നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്ന് ഡയാമീറ്റർ ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഡയാമീറ്റർ ഓഫ് മൂൺ, അത് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻറ്റു ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ എന്താ പറഞ്ഞത്? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ലൂണാർ ഓർബിറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് തന്ന വാല്യൂസ് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡയാമീറ്റർ ഓഫ് മൂൺ ഈസ് 3.48 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 15 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ലൂണാർ ഓർബിറ്റ് ഈസ് 3.8 ഇൻറ്റു 10⁻8 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്. ജസ്റ്റ് നമ്മൾ ഈ വാല്യൂസ് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇപ്പോൾ 3.48 ഇൻറ്റു 15/3.8 വരും. അതാണ് നമ്മുടെ കാൽക്കുലേഷനിൽ നമുക്ക് അറിയേണ്ടത്. 3.48 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 3.8. ഓക്കെ, 10⁻2 പവേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. 3.48 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 3.8. മുകളിൽ 10ന്റെ പവർ 10⁻6, താഴത്ത് 10⁻8 ഉണ്ട്. അത് മുകളിലേക്ക് വരുമ്പോൾ 10⁻8 ആയിട്ട് മാറും. ആൻഡ് ദിസ് ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി 13.7 ആണ് വരിക. 10⁻2 എന്ന് വരും. അത്രയും മീറ്റർ ആണ് ഇതിന്റെ ഇമേജിന്റെ ഡയാമീറ്റർ വരുന്നത്. ഓക്കെ, ക്ലിയർ? താങ്ക് യു.